എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പാർക്ക് പറയും കങ്ങും ആ പ്രേതവും കൂടെ ചേർന്നാണ് സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും മൈൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന്. എന്നിട്ട് പാർക്ക് പറയും ഇവന് സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രേതത്തെയൊക്കെ കാണാൻ പറ്റുമെന്ന്. ഇവൻ ഫസ്റ്റായിട്ട് ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ആ പ്രേതത്തെ കാണുന്നത്. പ്രേതത്തിന് മനസ്സിലായി ഇവനാണെങ്കിൽ സ്പിരിച്വൽ പവേഴ്സ് ഉണ്ടെന്ന്. അതിനുശേഷമാണ് ആ പ്രേതം ഇവനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതെന്ന് ഇവരുടെ അടുത്ത് പറയും. എന്നിട്ട് ഇവൻ ഹാരിയുടെ അടുത്ത് പറയും നിനക്കും സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നീയും പ്രേതത്തെ കാണുന്നത്. പിന്നെ കിമ്മും ഗൗണും നമ്മുടെ കൂടെ നടക്കുന്ന കൊണ്ടാണ് അവരും പ്രേതത്തിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ കങ്ങ് ഒരു മനുഷ്യനല്ല, അവനും പ്രേതമാണെന്ന് പാർക്ക് പറയും. ഇതേ സമയം കങ്ങു എന്തോ മന്ത്രവാദമൊക്കെ ചെയ്ത് ആ പ്രേതത്തിൻ്റെ വായ് ശരിയാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സീന് കാണുമ്പോൾ നമുക്കും തോന്നും കങ്ങു ഒരു പ്രേതമാണെന്ന്. എന്നിട്ട് പാർക്ക് ഹാരിയുടെ അടുത്ത് പറയും നിൻ്റെ ഓർമ്മയിലുള്ള കങ്ങ് എന്ന് പറയുന്ന പേഴ്സണാണ് ആ പ്രേതമാണെങ്കിൽ കങ്ങായിട്ട് മാറ്റിയിരിക്കണേന്ന്. അപ്പോൾ ഗൗൺ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും നമ്മുടെ മെമ്മറീസൊക്കെ ആ പ്രേതം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിൻ്റെ മെമ്മറീസ് ആ പ്രേതം കൺട്രോൾ ചെയ്തില്ലെന്ന്. അതിന് പാർക്ക് പറയും ഇവൻ്റെ അടുത്ത് സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ പ്രേതത്തിന് ഇവൻ്റെ മെമ്മറിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഹാരിയുടെ മെമ്മറി ആ പ്രേതത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഫേക്കായിട്ടുള്ള കങ്ങിനെ ഇവളുടെ മുമ്പിൽ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഗൗൺ പറയും നീ പറയണ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും, ചിലപ്പോൾ നീയും പ്രേതമായിരുന്നാലോ എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് പോകും. ഹാരി നല്ല ടെൻഷനായി ഗൗണിൻ്റെ അടുത്ത് പറയും ഈ സമയം കങ്ങിനെ വിശ്വസിക്കണോ അതോ പാർക്കിനെ വിശ്വസിക്കണോ എന്ന് അറിഞ്ഞുകൂടുന്നു. അടുത്ത ദിവസം സ്കൂളിൽ ഇവരാണെങ്കിൽ പാർക്കിനെയും കങ്ങിനെയും നല്ലപോലെ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ കങ്ങാണെങ്കിൽ ഹാരിയുടെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യും, എന്നാൽ ഗൗൺ ആണെങ്കിൽ അവളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ കങ്ങും പാർക്കും സ്കൂളിൻ്റെ ടെറസിൽ പോയി മീറ്റ് ചെയ്യാണ്. കങ്ങാണെങ്കിൽ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തുവാണ് അവളുടെ അടുത്ത് പറഞ്ഞതെന്ന്. എന്നാൽ പാർക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും ഞാൻ അതൊന്നും ഇപ്പോൾ പറയൂലെന്ന്. അപ്പോൾ കങ്ങാണെങ്കിൽ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്ത് ആ പ്രേതത്തെ കൊണ്ടുവരും. ആ പ്രേതമാണെങ്കിൽ പാർക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഈ സൗണ്ടായിട്ട് അവിടെ കിമ്മ് ഹാരിയും ഗൗണൊക്കെ വരെയാണ്. ഈ ഒരു സീന് കണ്ടിട്ട് ഇവർ ഉറപ്പിക്കുകയാണ് കങ്ങാണ് പ്രേതമെന്ന്. എന്നിട്ട് ഹാരി ആണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് പോയി പറയും പാർക്കിനെ രക്ഷിക്കാനെന്ന്. എന്നാൽ കങ്ങാണെങ്കിൽ പാർക്കിനെ രക്ഷിക്കൂല. അപ്പോൾ പാർക്കാണെങ്കിൽ അവൻ്റെ മോതിരത്തിൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ആ പ്രേതത്തെ അവിടെ നിന്ന് തള്ളി മാറ്റും. എന്നിട്ട് പാർക്കും കങ്ങും അവരുടെ പവേഴ്സൊക്കെ വെച്ചിട്ട് അടി കൂടും. ആ ഒരു പവർ കാരണം എല്ലാവരും ചെതറി ഓരോ സ്ഥലത്ത് വന്ന് വീഴും. എന്നാൽ ഹാരി ആണെങ്കിൽ ബിൽഡിങ്ങിൽ തൂങ്ങി നിൽക്കും, താഴെ വീഴാൻ കണക്കായി. ഈ ഒരു സമയം കങ്ങാണെങ്കിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ കൊടുക്കും. എന്നാൽ ഇവളാണെങ്കിൽ പാർക്ക് പറഞ്ഞ കാര്യവും പിന്നെ കങ്ങ് പറഞ്ഞ കാര്യമൊക്കെ എല്ലാം ആലോചിച്ച് കൺഫ്യൂസ്ഡായി അവിടെ നിന്ന് താഴെ വന്ന് വീഴും. അങ്ങനെ അവൾ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വീണിട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളാണെങ്കിൽ പാർക്കിൻ്റെ ഷോൾഡറിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവൾ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ താഴെ വീണയല്ലേ പിന്നെ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ പാർക്ക് ഇവളുടെ അടുത്ത് പറയും ഇവളാണെങ്കിൽ താഴെ വീഴാൻ പോയ സമയം ഇവൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തതെന്ന്. ഇവക്കൊന്നും മനസ്സിലാവാതെ ഇവളാണെങ്കിൽ അവിടെ എല്ലായിടത്തും പോയി നോക്കും. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം തന്നെ ഉണ്ട്, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും ഫ്രണ്ട്സൊക്കെ എവിടെയെന്ന്. അപ്പോൾ ഇവൻ പറയും ഇവിടെ ഫ്രണ്ട്സ് ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം തന്നെ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ തരാമെന്ന്. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും ഇവക്ക് ദാഹിക്കണമെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവക്കൊരു ജ്യൂസ് എടുത്തു കൊടുക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും നീ എങ്ങനെ ഈ സ്പിരിച്വൽ പവേഴ്സൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ ചെയ്തതെന്ന്. അതിന് ഇവളടുത്ത് പറയും ഈ ഒരു പ്ലേസിൽ വന്നിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമാണുള്ളത്, ഇവിടെ വന്നിട്ട് ഒരു പ്രേതവും ഇല്ല ഒരു എക്സാമും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാമെന്ന്. എന്നാൽ ഹാരിക്കാണെങ്കിൽ ആ ഒരു പ്ലേസ് ഒന്നും ഇഷ്ടമായില്ല. ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്ന് ഇവൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഇവക്കൊരു മോതിരം ഇട്ട് കൊടുക്കാൻ വരും. എന്നിട്ട് ഇവൻ പറയും എൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്ത് അതുകൊണ്ട് നമുക്കിനി ഈ ഒരു പ്ലേസ് വിട്ട് പോകണമെങ്കിൽ നിൻ്റെ സ്പിരിച്വൽ പവേഴ്സ് വേണം നീ യൂസ് ചെയ്യാൻ, അതുകൊണ്ട് നീ ഈ ഒരു മോതിരം ഇടുക, അപ്പം നിൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സ് ഈ മോതിരത്തിലോട്ട് വരുമെന്ന്. ഇതേ സമയം കങ്ങ് അവിടെ വന്നിട്ട് ഇവളെ വിളിക്കും. അങ്ങനെ ഇവളും തിരിഞ്ഞ് നോക്കാം. അപ്പോൾ ഇവൻ പറയും നീ ആ ഒരു മോതിരം ഇടാതെ ആ മോതിരം നീ ഇട്ടാൽ ഈ ഒരു പ്ലേസിൽ നീ ആണെങ്കിൽ കുടുങ്ങിപ്പോകുന്നു. എന്നിട്ട് ഇവൻ പറയും പാർക്ക് ഒരു മനുഷ്യനല്ല അവൻ പ്രേതമാണെന്ന്. എന്നാൽ പാർക്ക് ഇവളടുത്ത് പറയും അവൻ നിന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്, അവനാണ് പ്രേതമെന്ന്. എന്നിട്ട് പാർക്കും ദേഷ്യത്തിൽ കങ്ങിനെ ആ ഒരു പ്ലേസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ഈ ഒരു പ്ലേസ് പാർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കങ്ങ് ആ പ്ലേസിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ കങ്ങിൻ്റെ എല്ലാ ശക്തിയും കുറയും. എന്നിട്ട് പാർക്കാണെങ്കിൽ കങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ്റെ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്യണ ഹാരി കണ്ടിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കും നീ നിൻ്റെ സ്പിരിച്വൽ പവേഴ്സ് ഫുൾ യൂസ് ചെയ്തെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേന്ന്. ഇതേ സമയം കങ്ങാണെങ്കിൽ നിൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുമെന്നും പറഞ്ഞ് പാർക്കിൻ്റെ പുറകിൽ ആ മന്ത്രവാദം എഴുതിയ പേപ്പർ ഒട്ടിക്കും. ഈ ഒരു പേപ്പർ ഒട്ടിച്ചത് കൊണ്ട് തന്നെ പാർക്കാണെങ്കിൽ ഒരു പ്രേതമായി മാറുകയാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പാർക്കാണ് യഥാർത്ഥത്തിൽ പ്രേതമെന്ന്. ഇതേ സമയമാണ് അവിടെ ആക്ച്വലായി എന്ത് നടന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് വന്നിട്ട് ഹാരി ഗൗണ് കിമ്മ് കങ്ങ് ഇവർ 4 പേരും ഫ്രണ്ട്സാണ്. ഇവരാണെങ്കിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കിമ്മിൻ്റെ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് കിം ഇവരെ 3 പേരെയും കൂട്ടി ഒരു മൂടിയിട്ട സ്കൂളിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് കിം ഇവരുടെ അടുത്ത് പറയും ഈ സ്കൂളിലോട്ട് നമുക്ക് പോവാം, കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ട്
ഇരിക്കുമെന്ന്. എന്നാൽ കങ്ങിന് ഈ സ്കൂൾ കണ്ടിട്ട് പ്രേതത്തിൻ്റെ പ്രസൻസ് തോന്നിയാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് പറയും നമുക്ക് ഈ സ്കൂളിൽ പോകണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന്. എന്നാൽ കിം ആണെങ്കിൽ ഇവൻ പറഞ്ഞ ഒന്നും കേൾക്കാതെ ആ സ്കൂളിലോട്ട് പോകും. അങ്ങനെ ഇവർ 3 പേരും അവനെ ഫോളോ ചെയ്ത് ആ സ്കൂളിലോട്ട് വരെയാണ്. അങ്ങനെ ഇവർ 4 പേരും ഒരു ക്ലാസ് റൂമിലോട്ട് വരെയാണ്. ആ ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു പ്രേതം ഉള്ളതായി കങ്ങിന് ഫീൽ ചെയ്യാണ്. അതുകൊണ്ട് കങ്ങ് ഇവരുടെ അടുത്ത് പറയും നിങ്ങൾ പുറത്ത് പോകുന്നു. അപ്പോൾ കങ്ങിന് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ അവ ആ ക്ലാസ്സിലോട്ട് പോകും. അങ്ങനെ ഇവർ 3 പേരും ഈ ക്ലാസ്സിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവരുടെ മുന്നിലാണെങ്കിൽ ലൈബ്രറിയിൽ വെച്ച് കണ്ട പ്രേതം വരുന്നത്. ഈ ഒരു പ്രേതത്തെ കണ്ട് കിമ്മും ഗാവണും ബോധം കെട്ട് വീഴും. ഇതേ സമയം ഹാരിയുടെ അടുത്ത് പാർക്കും ഒരു പ്രേതമായിട്ട് വരും. പാർക്കിൻ്റെ പ്രേതത്തെ കാണുമ്പോൾ ഹാരിയും ബോധം കെട്ട് വീഴും. ഇതൊക്കെ ഹാരി ഓർത്തെടുക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ പാർക്കിൻ്റെ പ്രേതത്തെ കണ്ടിട്ട് മയങ്ങി വീണല്ലോ, അപ്പോൾ എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ കങ്ങ് പറയും പാർക്കാണ് നിങ്ങളുടെ 3 പേരുടെ മെമ്മറി ആണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ്. പാർക്കിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരും. എന്നിട്ട് ഇവനാണെങ്കിൽ കങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇത് കണ്ട് ഹാരി ഓടിപ്പോയി പാർക്കിൻ്റെ കയ്യെ പിടിക്കും. ഹാരിയുടെ കയ്യിൽ കങ്ങ് ഇട്ട് കൊടുത്ത ബ്രേസ്ലെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പാർക്ക് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലേസ് ഇല്ലാതായിട്ട് ഇവർ പഴയ പ്ലേസിലോട്ട് വരെയാണ്. അപ്പോൾ പാർക്കിൻ്റെ പ്രേതമാണെങ്കിൽ ഹാരിയെ യുവോണെന്നും വിളിച്ച് ഇവളുടെ അടുത്ത് വരും. ഇതേ സമയം അവിടെ ലൈബ്രറിയിലുള്ള പ്രേതം വരും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും ഇവളാണെങ്കിൽ യുവോണല്ല നീ മതിയാക്കുന്നു. അപ്പോൾ പാർക്കും ഈ പ്രേതത്തെ ആണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ പ്രേതം വന്നിട്ട് ഈ പാർക്കിൻ്റെ ചേച്ചിയാണെന്ന്. എന്നിട്ട് പാർക്കിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. പാർക്ക് ജീവനോട് ഇരിക്കുമ്പോഴേ അവനൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ചേച്ചിയാണ് എപ്പോഴും ഇവനെ കെയർ ചെയ്യുന്നത്. ഇവരുടെ സ്കൂളിൽ യുൻവോ എന്ന് പറയുന്ന ഒരു പെണ്ണ് വരും. ഈ പെണ്ണാണെങ്കിൽ കാണാൻ ഹാരിയെ പോലെ തന്നെ ഇരിക്കും. പാർക്കിനാണെങ്കിൽ യുൻവോനെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ചേച്ചിയെക്കാട്ടിലും കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് യുൻവോൻ്റെ അടുത്താണ്. ഇവൻ യുൻവോൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണ കണ്ടിട്ട് ഇവൻ്റെ ചേച്ചിക്കാണെങ്കിൽ ജലസാവും. എന്നാൽ ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ അവനെ ഒന്നും പറയാൻ നിൽക്കില്ല, കാരണം അവൻ ഹാപ്പി ആണല്ലോ എന്ന് വെച്ച്. ഒരു ദിവസം യുൻവോ പാർക്കിൻ്റെ അടുത്ത് പറയും ഞാൻ പഠിക്കാനായിട്ട് അബ്രോഡിൽ പോകണമെന്ന്. ഇത് കേട്ടിട്ട് പാർക്കും നല്ല ഡിപ്രസ്ഡ് ആവും. ഇവൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഇവൻ്റെ ചേച്ചിക്കും വിഷമാവും. അങ്ങനെ യുൻവോ ആണെങ്കിൽ ഇവൻ്റെ മെസ്സേജ് അയക്കും ഇന്നാണ് ഇവളുടെ ലാസ്റ്റ് ഡേ കൊറിയയിൽ, അതുകൊണ്ട് മീറ്റ് ചെയ്യാമെന്ന്. എന്നാൽ ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഈ ഒരു മെസ്സേജ് ഇവന് കാണിച്ചു കൊടുക്കൂല ഇവൻ്റെ സിറ്റുവേഷൻ കാരണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ ചേച്ചി ഇവൻ്റെ അടുത്ത് പറയും യുൻവോ ആണെങ്കിൽ ഇതുപോലെ നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നെന്ന്. ഇത് കേട്ടിട്ട് പാർക്കാണെങ്കിൽ ഇവൻ്റെ ചേച്ചിയുടെ അടുത്ത് നല്ല ദേഷ്യപ്പെട്ടിട്ട് യുൻവോ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇവൻ ഓടും. അപ്പോൾ ഇവൻ്റെ ചേച്ചി ഇവൻ്റെ ബാക്കിൽ നിന്ന് ഓടും. അങ്ങനെ റോഡിൻ്റെ നടുക്ക് വെച്ച് പാർക്കിനാണെങ്കിൽ ഹാർട്ട് ഡിസീസ് വരെയാണ്. അപ്പോൾ അവൻ്റെ ചേച്ചി അവൻ്റെ അടുത്ത് പോകും. ഇതേ സമയമാണ് ഒരു കാർ വന്ന് ഇവരെ ഇടിച്ചിടുന്നത്. അന്ന് തൊട്ട് ഇവരും പ്രേത ഈ സ്കൂളിലാണ് നിൽക്കുന്നത്. ഈ സ്കൂളിൽ നിൽക്കാൻ റീസൺ തന്നെ പാർക്ക് വിശ്വസിക്കുന്ന യുൻവോ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഈ സ്കൂളിൽ വരുമെന്നാണ്. ഇവൻ്റെ ചേച്ചിക്ക് ഇവനെ തനിയെ വിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവൻ്റെ ചേച്ചി ഇവൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ ചേച്ചി ഹാരിയുടെ അടുത്ത് പറയും നീ ഇവിടെ വന്നുകൊണ്ട് പാർക്ക് വിചാരിച്ചു നീ യുൻവോ ആയിരിക്കുമെന്ന്, അതുകൊണ്ടാണ് പാർക്ക് നിന്നെ ശല്യപ്പെടുത്തിയെന്ന്. പാർക്കിൻ്റെ അടുത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പാർക്കാണ് അവൻ്റെ ചേച്ചിയുടെ വായ ഇല്ലാതാക്കിയത്. അങ്ങനെ കിമ്മാണ് മന്ത്രവാദമൊക്കെ ചെയ്ത് ഇവൻ്റെ ചേച്ചിയുടെ വായ ശരിയാക്കിയത്. ഇതൊക്കെ കേട്ട് ഹാരി ഫീലായി പാർക്കിൻ്റെ അടുത്ത് പറയും യുവോൻ്റെ അടുത്ത് ഞാൻ പറയാം നീ എന്തുകൊണ്ട് അവളെ മീറ്റ് ചെയ്യാൻ പോകാത്തേന്ന്. എന്നിട്ട് ഇവള് പറയും നീ ഇങ്ങനെ പ്രേതമായിട്ട് ഇവിടെ കിടന്ന് അലയണ്ട, നിൻ്റെ ചേച്ചി അന്ന് ആ മെസ്സേജ് കാണിച്ചു തരാത്ത നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് നീ ഇപ്പോൾ ഈ സ്കൂൾ വിട്ട് പോകുന്ന ഇവള് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ നോർമൽ ലുക്കിൽ വരും. അങ്ങനെ ഹാരി ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ബായ് പറഞ്ഞ് അവരുടെ ലോകത്തേക്ക് വിടും. ഇവരും പോയ ശേഷം മയങ്ങിക്കിടന്ന ഗാവണും കിമ്മും എണീക്കുകയാണ്. അങ്ങനെ ഇവർ 4 പേരും ആ സ്കൂൾ വിട്ട് പുറത്തു വരും. ഈ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഇവിടെ തീരെയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക.